പക്ഷേ ഈ സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന് പറയുന്നത് ഞാനല്ല, സക്കറി എന്ന് പറയുന്ന സാഹിത്യകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വലിയ വില കൊടുക്കേണ്ട കാലമല്ലേ ഇപ്പം? തീർച്ചയായിട്ടും സക്കറിയ നിർണായകമായ ചില ഘട്ടങ്ങളിൽ മലയാളത്തിൽ വെടിപൊട്ടിക്കുന്ന ഒരാളാണ്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വളരെ വ്യത്യസ്തവും ശബ്ദം വളരെ 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 വേറിട്ട് നിൽക്കുന്നൊക്കെ ആവാറുണ്ട്. ഈ സമയത്ത് അത് കറക്റ്റാണ് ആ വാദം. എന്നുവെച്ചാൽ അപ്പോൾ മലയാള സിനിമയുടെ ഏറ്റവും വലിയ ഇപ്പോൾ വന്നിരിക്കുന്നൊരു കാര്യം അതിൻ്റെ ഗ്ലാമർ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാർഡം, അവർക്ക് കിട്ടുന്ന വലിയ അംഗീകാരം, അതിന് വലിയ ഇടിച്ചിലാണ് പറ്റിയത്. നമ്മൾ ഈ വാഴ്ത്തിക്കൊണ്ട് നടക്കുന്ന ആരാധനാപാത്രങ്ങൾ, മഹാനക്ഷത്രങ്ങൾ മുഴുവനും ഇത് വെറും കരിക്കട്ടയാണ് എന്ന് ആളുകൾക്ക് ബോധ്യപ്പെടുന്നൊരു സംഭവമാണ്. അതിൻ്റെ അടിസ്ഥാന കാരണം ഇതാണ്. ആ വീഡിയോയിലേക്ക് കടന്നു ചെല്ലുന്ന പെൺകുട്ടികൾ മുഴുവനും അവിടുത്തെ പുരുഷന്മാരുടെ, അവിടുത്തെ തൂണ് തൊട്ട് താരം വരെയുള്ള സകല പുരുഷന്മാരുടെയും സ്വത്താണ്. അവസരം തേടി ചെല്ലുന്ന, അവസരം എന്ന് പറഞ്ഞാൽ ഒന്ന് വെറും പ്രശസ്തിക്ക് വേണ്ടി മാത്രമല്ലല്ലോ, ജീവിക്കാനുള്ള ഉപജീവനത്തിനു കൂടി വേണ്ടിയാണല്ലോ. അങ്ങനെ ഗതികേടിനെ ചൂഷണം ചെയ്യുന്ന ഒരു വല്ലാത്ത മേഖലയായി സിനിമ മാറിയിരിക്കുന്നു എന്നാണല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അതിനെ തുടർന്ന് വന്ന ധൈര്യത്തിൽ വെളിപ്പെടുത്തലുകളൊക്കെ തെളിയിക്കുന്നത്. അപ്പോൾ അതിജീവനം ഒരു ചൂഷണോപാധിയായി തീരുന്ന, അതിജീവനം ചൂഷണത്തിന് കെണിയാക്കപ്പെടുന്നൊരു സംഗതിയാണ്. അപ്പോൾ സക്കറിയ സാർ ഇപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യം, ഇത് ഇപ്പോൾ ഈ മേൽവിലാസം, അതിജീവനം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ അതിജീവനം അവിടെ പിടിച്ചു നിൽക്കണം. രണ്ട്, അതുവഴി പ്രശസ്തി ഉണ്ടാവണം, അതുവഴി ഉന്നതി ഉണ്ടാവണം. അതൊക്കെ അന്തിമമാണ്. പ്രൈമറി ആയിട്ടുള്ളത് അവിടെ പിടിച്ചു നിൽക്കുക, ഒരു അഡ്രസ്സ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയുള്ളൂ. അതിൻ്റെ പേരിൽ ചൂഷണം ചെയ്യപ്പെടുന്ന സ്ത്രീകൾ നമ്മുടെ സിനിമയിൽ മാത്രമാണോ? എവിടെയാണ് ഇല്ലാത്തത്? അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മുടെ രാഷ്ട്രീയത്തിലില്ലേ? ആ ചോദ്യം എന്നോ ചോദിക്കപ്പെടേണ്ടതാണ് എനിക്ക് തോന്നി സക്കറിയ സാറിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടപ്പോൾ. എവിടെയാണ് ഇപ്പോൾ സിനുജി എവിടെയാണ് ഇല്ലാത്തതെന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എടുത്തോളൂ. ഏത് പാർട്ടിയിൽ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക പാർട്ടികൾ, കേരളത്തിലിപ്പോൾ പ്രധാനപ്പെട്ട പാർട്ടികളിലൊക്കെ ഈ ആരോപണങ്ങൾ എല്ലാ കാലത്തും നേരിട്ടത്. അതിന് കാസ്റ്റിംഗ് കൗച്ച് എന്നൊന്നും പറഞ്ഞിരുന്നില്ല. ഒരു DCC സെക്രട്ടറി ആക്കണമെങ്കിൽ, ഉദാഹരണത്തിന് കോൺഗ്രസ് പാർട്ടിയിൽ അത്തരം ആരോപണങ്ങൾ വലിയ തോതിൽ വന്നിട്ടുണ്ട്. ഞാൻ പേരുകളൊന്നും തൽക്കാലം പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു പാർട്ടി കമ്മിറ്റിയിൽ വരുന്ന ഭാരവാഹികൾ തൊട്ട്, പിന്നെ DCC ലെവലിൽ, സംസ്ഥാന PCC ലെവലിൽ, അത് കഴിഞ്ഞിട്ട് MLA സ്ഥാനത്തേക്ക്, മന്ത്രിസ്ഥാനത്തേക്കൊക്കെ എഴുന്നള്ളിച്ചു വന്ന പേരുകളൊക്കെ തന്നെ കൊണ്ടുവരുന്നത് പലപ്പോഴും ഏതെങ്കിലും ഒരു പുരുഷൻ്റെ കെയർ ഓഫിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആ കെയർ ഓഫിൽ വരുന്ന സ്ത്രീകൾക്ക് മാത്രമേ അംഗീകാരമുള്ളൂ എന്ന അവസ്ഥ കോൺഗ്രസ്സിൽ എത്രയോ കാലം, എനിക്ക് തോന്നുന്നു കേരളത്തിലെ അത്തരം ദുഷ്പേരുകളെ പണ്ടേ നേടിയൊരു പാർട്ടി കോൺഗ്രസ്സാണ്. അവർ പാരമ്പര്യവും തഴക്കവും ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പാർട്ടിയൊക്കെ ആയതുകൊണ്ടായിരിക്കും അക്കാര്യത്തിലും അവർക്ക് വലിയ തോതിലുള്ള പേരുകളുണ്ട്. മുതിർന്ന നേതാവായി കോൺഗ്രസ്സിലെ K. കരുണാകരൻ്റെ മകൾ പത്മജ തന്നെ ഒരിക്കൽ പറഞ്ഞു, സൗന്ദര്യമുള്ള സ്ത്രീകൾക്ക് കോൺഗ്രസ്സിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എന്തോ ഒരു ദുരനുഭവം, അല്ലെ എന്തോ ഒരു കേട്ടറിഞ്ഞതോ കണ്ടറിഞ്ഞോ ആയിരിക്കണം. ഇനി CPM-ൽ തന്നെ നമ്മളറിയാത്ത എത്രയോ വനിതാ നേതാക്കൾ ഒരു സുപ്രഭാതത്തിൽ ഉയർന്നു വരികയും അവർ MP ആകുകയൊക്കെ ചെയ്ത കാലഘട്ടം അനുഭവം ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നു അല്ലേ? അപ്പം CPM-ലായിക്കോട്ടെ കോൺഗ്രസ്സിലായിക്കോട്ടെ ഏത് പാർട്ടിയിലും നമ്മളറിയാത്ത ചില വനിതാ നേതാക്കൾ ഉയർന്നു വരികയും കഴിവുണ്ടായിട്ടും ചിലർ താഴേക്ക് ഇരുന്നു പോവുകയും ചെയ്യുന്നു. ഇപ്പോൾ കോൺഗ്രസ്, തീർച്ചയായിട്ടും നമുക്ക് ഇടതുപക്ഷത്തേക്ക് വരാം. ഇപ്പോൾ കോൺഗ്രസ് കഴിഞ്ഞാൽ മുസ്ലിം ലീഗിൽ ഇത്തരം ആരോപണങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്. മുസ്ലിം ലീഗിൽ വനിതകൾ ഒരു നിർണായക ഘടകമായിരുന്നില്ല. ഏതുവരെ? വനിതകൾ രാഷ്ട്രീയത്തിൽ വേണമെന്ന് പഞ്ചായത്തി രാജ് നഗരപാലിക ബില്ല് വന്നത് തൊട്ട് പഞ്ചായത്തുകളിൽ മത്സരിക്കാൻ തുടങ്ങിയപ്പോൾ മിക്ക മുസ്ലിം ലീഗ്, ഇപ്പോൾ മലബാറിലെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ മിക്ക പഞ്ചായത്തുകളും മുസ്ലിം ലീഗാണ് ഭരിക്കുക. അപ്പോൾ ഒന്നുകിൽ മക്കൾ ഭരണം, അല്ലെങ്കിൽ ഭാര്യ ഭരണം, അല്ലെങ്കിൽ പെങ്ങൾ ഭരണം, അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. എന്നാലും അത് മതിയാവില്ലല്ലോ, ഒരുപാട് പേര് വരണമല്ലോ. 1/3 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പകുതിയായി. ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ MLA-മാരും MP-മാരും ഉൾപ്പെടെ പകുതി വേണം. അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ആളുകൾ വരാൻ, നേരത്തെ പൊതുജീവിതത്തിലേക്ക് പെൺകുട്ടികളെ കൊണ്ടുവന്നൊരു പരിശീലനം മുസ്ലിം ലീഗ് കൊടുത്തിട്ടില്ല. അപ്പോൾ കൊണ്ടുവരുന്നത് ഒന്നുകിൽ ബന്ധുക്കളായിരിക്കും, അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ സ്ഥാനമാനങ്ങളും ഇതിൻ്റെ പേരും പ്രശസ്തിയൊക്കെ കൊണ്ടുവരുന്നത് ഒരു ഗോഡ് ഫാദർ ആയിരിക്കും. ആ ഗോഡ് ഫാദറിനെ പിന്നെ അതുമാത്രമല്ല, ഇതൊരു പുതിയ ലോകത്തേക്ക്, ഈ അടച്ചിട്ട ഭൂമിയിൽ നിന്ന് ഒരു പുതിയ ലോകത്തേക്ക് പെൺകുട്ടികൾ എത്തിപ്പെടുമ്പോൾ അതുകൊണ്ടുള്ള നിരന്തരം സൗകര്യങ്ങൾ, യാത്രയും ക്യാമ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവർ പുതിയ ബന്ധങ്ങളിലേക്ക് ചെന്നപ്പെടുകയും ചെയ്യും. അവർ കുറേ കൂടി എക്സ്പോസ്ഡ് ആവും, കുറേ കൂടി ഓപ്പൺ ആവും. അപ്പോൾ ഇത്തരത്തിൽ ഈ ചൂഷണം പലപ്പോഴും ചൂഷണം തന്നെയാണല്ലോ അത്.
ഒരു സ്ത്രീയെ ഈ രാഷ്ട്രീയത്തിലെ പദവികൾക്ക് വേണ്ടി പദവികൾ ചൂണ്ടിക്കാണിച്ച് പദവികൾ കാട്ടി മോഹിപ്പിച്ചിട്ട് പദവികളും സൗകര്യങ്ങളും കാട്ടി മോഹിപ്പിച്ചിട്ട് മീൻസ് വ്യക്തിപരമായി ഫിസിക്കലായിട്ട് ഉപയോഗിക്കുന്നതിനാണല്ലോ ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുക. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കിടന്നു കൊടുക്കുന്നതിനാണല്ലോ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുക. രാഷ്ട്രീയത്തിലുണ്ട്, മുസ്ലിം ലീഗിൽ ധാരാളം ഉദാഹരണങ്ങൾ, പേരുകളൊക്കെ ഒന്നും പറയാൻ നമുക്ക് മടിയുണ്ടായിട്ടല്ല, ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഇടതുപക്ഷത്തേക്ക് വന്ന് നോക്കൂ. CPM-ൽ ഇപ്പോൾ സിനിജി പറഞ്ഞ എത്ര ശരിയാണ്. CPM-ൽ എത്ര പേരുകളാണ് അടുത്ത കാലത്ത് അങ്ങനെ കേട്ടത്. അതും വലിയ പാരമ്പര്യമുള്ള നേതാക്കന്മാരുടെയൊക്കെ തലക്ക് മീതെ ചവിട്ടി കയറിയിട്ട് ഏതാനും വർഷം കൊണ്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതൃത്വത്തിലേക്ക് വരികയും പിന്നെ അതിവേഗത്തിൽ MP ആവുകയൊക്കെ ചെയ്ത ആളുകൾ. ഇപ്പം ജനകീയ ആസൂത്രണം വന്നതിൻ്റെ ദുരന്തം എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ എവിടെയെല്ലാം നടക്കുന്നു. പല നേതാക്കന്മാർക്കും ഇപ്പോൾ CPM-ൻ്റെ പല നേതാക്കന്മാർക്കും ഇത്തരം വഴിവിട്ട ബന്ധങ്ങളുള്ളതിൻ്റെ കഥ രഹസ്യമല്ല, പരസ്യമാണ്. അത് പലതരത്തിലുള്ള ബുദ്ധിജീവികൾ, യഥാർത്ഥ ബുദ്ധിജീവികളായ ആളുകളുണ്ട്, ബുദ്ധിജീവി നാട്യമുള്ളവരുണ്ട്, ഈ വാചകങ്ങൾ മാത്രമുള്ളവരുണ്ട്, ജീവിതത്തിൽ ഇല്ലാത്തവരുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. കോഴിക്കോട്ട് എൻ്റെ അധ്യാപകനായ KN കുഞ്ഞഹമ്മദിൻ്റെ ഒരു പുസ്തക പ്രകാശനം. 2 നേതാക്കന്മാരാണ് അതിൽ പങ്കെടുത്തത്. MA ബേബിയാണ് പ്രകാശനം, സ്വീകരിച്ചത് M സ്വരാജുവാണ്. എന്നിട്ട് അവിടെ പ്രസംഗിച്ചത് MA ബേബി വളരെ സങ്കടത്തോടെ പറഞ്ഞൊരു കാര്യം, കേരള രാഷ്ട്രീയത്തിൽ എന്തുകൊണ്ടാണ് സ്ത്രീകൾ പൊതുരംഗത്ത് അവരുടെ പേഴ്സൻറ്റേജ് വളരെ കുറവാണല്ലോ, എന്തുകൊണ്ട് ഇങ്ങനെ? അപ്പോൾ എനിക്കിത് അയച്ചു തന്ന ആൾ ചോദിച്ച 2 ചോദ്യമാണ്. എന്താണ് പുതിയ ആളുകളുടെ വരവിനെക്കുറിച്ച് വരാത്തതിനെക്കുറിച്ച് സഖാവിന് വലിയ സങ്കടമുണ്ടല്ലോ. ദ്വയാർത്ഥം വെച്ച് പറഞ്ഞാണ്. 2 ഈ 2 പേര് വളരെ സൗമ്യമായി ആലോചിച്ച് കഴിഞ്ഞാൽ ഈ 2 പേരും ഇടപെട്ട പൊതുമണ്ഡലത്തിൽ, 2 പേര് എക്സോർബ, ഞാൻ പറഞ്ഞ ഈ 2 പേർ ഇടപെട്ട പൊതുമണ്ഡലത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഇവരുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? 2 നേതാക്കന്മാർ ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഇത് CPM-ൽ, CPI-യിൽ നിന്നാണ് ഒരു പ്രയോഗം ഒരു സ്ത്രീ, ഒരു വനിതാ MLA പ്രയോഗിച്ച് ഞങ്ങൾ കേട്ടത്. ഗോഡ് ഫാദർ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭാവിയില്ല എന്ന് പറഞ്ഞാൽ ഓരോ പെണ്ണും വിശ്വസിക്കുകയാണ്, എനിക്ക് ഗോഡ് ഫാദർ ഇല്ലെങ്കിൽ ഭാവിയില്ല എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഓർമ്മയില്ലേ, അത് ബിജിമോൾ MLA ആണത് പറഞ്ഞത്. അത് അവരെ മന്ത്രിയാക്കാത്തതിൻ്റെയൊക്കെ ഒരു പ്രതിഷേധമാണ്. അപ്പോൾ ഗോഡ് ഫാദർ വേണം, പല കാരണങ്ങളുണ്ടാവാം ഗോഡ് ഫാദർ ഉണ്ടാകുന്നതിന്. അപ്പോൾ ഒരു പക്ഷേ ഒരു അത്തരം ആരോപണങ്ങൾ പല കാലത്തും പല പേരുകൾ, സിനിമാ മേഖലയിൽ നിന്ന് ഒരു സ്ത്രീ പെട്ടെന്ന് CPI-യുടെ നേതാവായിട്ട് വന്നതുപോലെ പോവുകയും ചെയ്തു. അതെവിടെയോ ഒരു റിലേഷൻ വഷളായതാണ്. ഒരു ഗോഡ് ഫാദർക്ക് ആ റിലേഷൻ നഷ്ടപ്പെട്ടതുകൊണ്ടോ ഇനി മടുത്തതുകൊണ്ടോ എന്തോ ആണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇത്തരം ആരോപണങ്ങൾ വലിയ തോതിൽ ഇപ്പോൾ ഇടതുപക്ഷത്ത് പോലും MLA-മാരാകുന്നത്, പാർട്ടിയിലേക്ക് വരുന്നത്, പാർട്ടി കമ്മിറ്റികളിലെ അതുപോലെ ഉപസംഘടനകളുടെയൊക്കെ ഭാരവാഹികളാകുന്നതൊക്കെ ഈ കാസ്റ്റിംഗ് കൗച്ച് ഒരു പ്രധാന ഘടകമാണ്. അത് സാംസ്കാരിക പ്രസ്ഥാനങ്ങളിൽ പോലും ഉണ്ട് എന്ന ആരോപണം വലിയ തോതിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാർത്തകൾ എന്താ സിനിമാ മേഖലയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് മറ്റു മേഖലകളിലൂടെ പോകേണ്ടതാണ്. ഇത് ഞാൻ പറയുന്ന ഇതിപ്പോൾ കേൾക്കാത്തത് എനിക്കറിയാത്തതുകൊണ്ടായിരിക്കാം, ഒരു പക്ഷേ കേരളത്തിൽ അത്ര റെലവൻ്റ് ആയിട്ട് വരാത്തതുകൊണ്ടായിരിക്കാം. BJP-യിൽ നിന്ന് വല്ലാതെ കേട്ടിട്ടില്ല. BJP-യിൽ നിന്ന് വേറെ ചിലത് കേൾക്കുന്നുണ്ട് കേട്ടോ. സംസ്ഥാന കമ്മിറ്റി മുഴുവൻ തള്ളിക്കളഞ്ഞ, ഒട്ടും സ്വീകാര്യമല്ലാത്ത ശോഭാ സുരേന്ദ്രനെ പോലുള്ള നേതാക്കന്മാർക്ക് കേന്ദ്രത്തിൽ വലിയ പിടി വരുന്നത് എങ്ങനെയാണ്? അത്തരം ചോദ്യങ്ങളുണ്ട്. അത് ഒരു പക്ഷേ അവർ എങ്ങനെയാണ് സാധിക്കുക? വേറൊരു BJP പോലൊരു പാർട്ടിയിൽ അങ്ങനെ സാധിക്കാൻ പാടില്ലല്ലോ. സംസ്ഥാന നേതൃത്വത്തെ മറികടന്നിട്ട് കേന്ദ്രത്തിൽ പോയി കാര്യങ്ങൾ, ഇവിടെ അവരുടെ കാര്യം മാത്രമല്ല, അവർ ഏറ്റെടുക്കുന്ന കാര്യങ്ങളുടെ പിന്നിൽ പല താല്പര്യങ്ങളുണ്ടാവുമല്ലോ. ഇതൊക്കെ നേടിപ്പോരുന്ന എങ്ങനെയെന്നുള്ളൊരു ആരോപണം ശോഭാ സുരേന്ദ്രനെ കുറിച്ചുണ്ട്. അത് എന്തായാലും അതൊഴിച്ചാൽ ഞാൻ പറയുന്നത്, ഇങ്ങനെ കാസ്റ്റിംഗ് കൗച്ച് ആരോപണം കേരളത്തിലെ BJP-യെക്കുറിച്ച് അങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ല. പുറത്തുണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, ഇത് എല്ലാ മേഖലയിലും ഉണ്ട്, വലിയ തോതിലുണ്ട്. ഇപ്പോൾ കൂട്ടത്തിൽ ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്, സക്രിയ പറയാത്ത കൂടി നമുക്ക് പറയാലോ. ഇപ്പോൾ സാംസ്കാരിക രംഗത്ത് ഇപ്പോൾ വനിതകളായ ചില എഴുത്തുകാർക്ക് പ്രസാധകർ കൊടുക്കുന്ന, പത്രാധിപന്മാർ കൊടുക്കുന്ന പരിഗണന, അതെ, വലിയ പരിഗണന, നിരൂപകന്മാർ കൊടുക്കുന്ന പരിഗണന, അവരിങ്ങനെ ഈ ചവറുകൾ എഴുതിയാലും വാഴ്ത്തപ്പെടുന്നൊരു സാഹചര്യം, അത് ചില ആളുകൾ എക്സ്പോസ്ഡായി, അവരുടെ കളികൾ എന്താണെന്നൊക്കെ ആളുകൾക്ക് പെട്ടെന്ന് ബോധ്യമായി, വെളിപ്പെട്ടു. അവർക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ, അവർക്ക് അവാർഡുകൾ നേടുന്ന രീതി, അവർ അക്കാഡമികളിലെത്തുന്ന രീതി, ഇതൊന്നും തന്നെ ജെനുവിനായ മാർഗത്തിലല്ല എന്ന ആരോപണമുണ്ട്.
അപ്പോൾ സക്കറിയ സാറിൻ്റെ ചോദ്യത്തെ മുൻനിർത്തിയിട്ട് നമുക്കൊരു ചോദ്യം ആവർത്തിച്ച് ചോദിക്കാം, എവിടെയാണ് കാസ്റ്റിംഗ് കൗച്ച് ഇല്ലാത്തത്? ഈ പൊതുസമൂഹത്തിൽ നമ്മൾ കാണുന്ന ഈ സാഹിത്യ മേഖലയിലുള്ള അല്ലെ സാംസ്കാരിക മേഖലയിൽ നിൽക്കുന്ന പല ആളുകളും അവർ വളരെ പൊതുസമൂഹത്തിൽ വളരെ മാന്യന്മാരാണ്. പക്ഷേ അവർ എഴുതി കൊടുക്കുന്ന കവിതകളും അവർ എഴുതി കൊടുക്കുന്ന ലേഖനങ്ങളും അവർ എഴുതി കൊടുക്കുന്ന പ്രസംഗങ്ങളുമൊക്കെ കലാലയങ്ങളിൽ പോലും പറയുന്ന അധ്യാപകർ, സാംസ്കാരിക രംഗത്തേക്ക് ഉയർന്നു വരുന്ന ആളുകൾ, നവമുകുളങ്ങളെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലില്ലേ? ഇഷ്ടം പോലെയുണ്ട്. ഈ പാതിരാത്രിയിൽ പ്രണയ പാരവശ്യത്താൽ കാമുകിക്ക് അയച്ചു കൊടുത്ത കവിത പോലും കട്ടതാണ്. ആരാൻ്റെ കവിത മോഷ്ടിച്ചിട്ട് പ്രണയത്തിൽ കള്ളത്തരം കാണിക്കുന്നവനെ പിന്നെ എങ്ങനെ മനുഷ്യനായിട്ട് കണക്കാക്കുക ഒന്ന് ആലോചിച്ചു. അതെ, പാതിരാത്രിയിൽ ഇവൾക്ക് അയച്ചു കൊടുക്കുകയാണ്, ഞാൻ നിന്നെക്കുറിച്ച് എഴുതിയ കവിതയാണ്. ഈ പൊട്ടത്തി ഇത് ആരുടെ കവിതയാണെന്ന് പോലും അറിയാതെ സ്വന്തം പേര് എന്ന് ചോദിക്കുകയാണ്. അല്ല, നിങ്ങളെന്താ ഇത് പ്രസിദ്ധീകരിക്കും, ഇത് മനോഹരമായ കവിതയാണല്ലോ, എന്താ എനിക്ക് പബ്ലിസിറ്റിയിലൊന്നും താല്പര്യമില്ല. അപ്പോൾ അവള് ചോദിക്കുകയാണ്, അത് ഉപയോഗപ്പെടുത്തണമല്ലോ, അതും പ്രണയം എങ്ങനെ ഉപയോഗപ്പെടുത്താന്നുള്ളതാണല്ലോ. അപ്പോൾ അവള് ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏതായാലും ഇത് പബ്ലിസിറ്റി താല്പര്യമില്ലല്ലോ, ഇത് എന്നെക്കുറിച്ച് എഴുതിയ കവിതയാണല്ലോ, എനിക്ക് സമർപ്പിക്കപ്പെട്ട കവിതയാണല്ലോ, എന്നാൽ ഞാനത് പ്രസിദ്ധീകരണത്തിന് കൊടുത്തോട്ടെ എൻ്റെ പേരിൽ, എന്നിട്ട് അവളുടെ പേരിൽ പ്രസിദ്ധീകരിച്ച് വരികയാണ്. ഇതിൻ്റെ ഒറിജിനൽ കവി രംഗത്ത് വരികയാണ്. എന്നിട്ട് അവൻ ചോദിക്കുന്ന രണ്ട് സങ്കടങ്ങളാണ് എന്ന് പറഞ്ഞത്. ഒന്ന്, ഇത് എൻ്റെ കവിതയാണെന്ന് മലയാളിക്കറിയാം, ഈ പേര് കേട്ട എഴുത്തുകാരിക്ക് മാത്രം എന്താണ് അറിയാതെ പോയത്. ഒന്ന്, വേറൊരു കാര്യം കൂടി അദ്ദേഹം കൂട്ടത്തിൽ പറഞ്ഞു, ഇത് ഞാൻ എഴുതിയ കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട കാലത്ത് ഈ എഴുത്തുകാരി എനിക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന കവിതകൾക്ക് ലൈക്ക് കൊടുക്കുന്നത് വായിച്ചു നോക്കാതെയാണെന്ന് കൂടി, ഇനി വായിച്ചു നോക്കിയാൽ പോലും ഓർക്കാൻ പോലും ഉള്ള ഗുണം അന്ന് ഈ കവിതയ്ക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ മറ്റോ പാതിരാക്ക് അയച്ചു തരുമ്പോഴാണ് അതിന് ഇതൊക്കെയാണ് സ്ഥിതി. അതുകൊണ്ട് അതൊക്കെ എല്ലാ മേഖലയിലും വലിയ തോതിൽ നടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും സ്ത്രീ സംരക്ഷകനായി സക്കറിയ വന്നു, ഇതുപോലെ ഇനിയും കൂടുതൽ ആളുകൾ വരുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു മാറ്റം ഗുണമുണ്ടായത് നമ്മുടെ ഈ ഇപ്പോൾ ഹേമ കമ്മിറ്റിയും അമ്മയും തമ്മിലുള്ള ഡിബേറ്റിൽ നിന്ന്, സിനിമ എന്ന് പറയുന്ന ഒരു കൊച്ചു മേഖലയിൽ നിന്ന് ഇത് വലിയൊരു വിധാനത്തിലേക്ക് ഈ ചർച്ച, കാസ്റ്റിംഗ് കൗച്ച് എന്ന വാക്ക് ചൂഷണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പര്യായമായി. പെണ്ണായി പോയി എന്ന ഒറ്റ കാരണത്താൽ, കഴിവുകൊണ്ടല്ലാത്ത വിധത്തിൽ, അല്ലെങ്കിൽ അവിടെ ആവശ്യമില്ലാത്ത പെർഫോമൻസ് ആവശ്യപ്പെടുന്ന ഒരു ചൂഷണത്തിൻ്റെ പര്യായമായി പുതിയ കാലത്ത് കാസ്റ്റിംഗ് കൗച്ച് മാറിയിട്ടുണ്ട്. അത് മറ്റു മേഖലകളിലേക്ക് കൂടി ആ ചോദ്യം വ്യാപിപ്പിക്കാൻ സക്കറിയ സാറിൻ്റെ ഈ ഒരു പ്രയോഗം നമ്മളെ കൂടി പ്രേരിപ്പിച്ചല്ലോ. അതുകൊണ്ട് സക്കറിയ സാറിനെ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവരും ചൂഷണമുക്തമായ ഒരു സ്ത്രീ പുരുഷ ബന്ധം സാധ്യമാകട്ടെ എന്ന് ഈ ഓണനാളിൽ നമുക്ക് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.